ഇപ്പം നിലവിലിപ്പോൾ വിദേശത്തുള്ളവരും അവരെ പഠിക്കുന്നവരും അവരെ പഠിക്കാൻ പോകുന്നവരും ആഗ്രഹിക്കുന്നവരും ജോലിക്ക് പോകുന്നവരും അറിയേണ്ട കുറേ കാര്യങ്ങളും ചെയ്യേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദംപുരി. ഒരു ദിവസം എനിക്ക് വരുന്ന കോളുകളിൽ ഒരു 20% കോളുകൾ തിരുമേനി എൻ്റെ മോള് അല്ലെ എൻ്റെ മോൻ ഓസ്ട്രേലിയയിലാണ്, സിംഗപ്പൂരാണ്, കാനഡയാണ്, UK-യിലാണ്, ജർമ്മനിയിലാണ്, ജോലി ആകണില്ല, വർക്ക് പെർമിറ്റ് ഉടനെ തീരും, വർക്ക് പെർമിറ്റ് കിട്ടണില്ല, 5 മാസത്തിനുള്ളിൽ തിരിച്ചു പോകേണ്ടി വരും, അവരുടെ ടൈം തീരാൻ പോവുകയാണ്, എന്താ ചെയ്യേണ്ടത്, സങ്കടത്തിലാണ്, മുടക്കിയ പൈസ പോകും, അങ്ങനെ പറയുന്ന ഒരു 20% കോളുണ്ട്. ഇവിടെ BTech കഴിഞ്ഞു അല്ലെ BCom കഴിഞ്ഞു, ഉടനെ തന്നെ വിദേശത്ത് ജോലിക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധി കുട്ടികൾ ഇവിടുത്തെ കുറവുകൾ കൊണ്ടാണ്. അപ്പം അങ്ങനെ വിദേശത്തെ പഠനവും വിദേശത്തെ ജോലിയും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ 1000 കോള് വന്ന അതിനകത്ത് 200 കോള് ഇതാണ്. ഇപ്പം നിലവിലിപ്പോൾ വിദേശത്തുള്ളവരും അവരെ പഠിക്കുന്നവരും അവരെ പഠിക്കാൻ പോകുന്നവരും ആഗ്രഹിക്കുന്നവരും ജോലിക്ക് പോകുന്നവരും അറിയേണ്ട കുറേ കാര്യങ്ങളും ചെയ്യേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇന്ത്യയിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ ഇന്ത്യയിൽ ടെസ്റ്റ് എഴുതണം, ആ ടെസ്റ്റ് പാസ്സാവണം, ആ ടെസ്റ്റിൽ നല്ല മാർക്ക് കിട്ടണം, അപ്പോഴാണ് ജോലി കിട്ടണം. ഇതുപോലെ തന്നെ എല്ലാ രാജ്യത്തും അങ്ങനെ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിനകത്ത് അവർ മിടുക്കന്മാരാണെങ്കിൽ മാത്രമാണ് അവർക്ക് ജോലി കിട്ടത്തുള്ളൂ. അതുമാത്രമല്ല, അവർക്കൊരു വിദ്യാഭ്യാസം വേണം, ആ വിദ്യാഭ്യാസത്തിന് തത്തുല്യമായി നിൽക്കുന്ന ജോലിയായിരിക്കണം, അല്ല ജോലിക്ക് തത്തുല്യമായ വിദ്യാഭ്യാസം വേണം. ഇതൊക്കെ നിർബന്ധമാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പറ്റിയൊരു കോഴ്സ് എടുത്ത് വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കേമാകും എന്നൊരു ധാരണ ആദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുക. മക്കളെ ഇവിടുന്ന് വിടുമ്പോൾ എൻ്റെ ഇനിയിപ്പോൾ രക്ഷപ്പെട്ടു, മോൾ ഓസ്ട്രേലിയക്ക് പോയി, ഇനിയിപ്പോൾ കോടികൾ ഇങ്ങോട്ട് വരും എന്ന് സങ്കല്പത്തിൽ പാവം മാതാപിതാക്കൾ ഒത്തിരി പേര് കുട്ടികളെ ലോൺ എടുത്ത് വിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും അത് ന്യൂസിലാൻഡിലായാലും കാനഡയിലായാലും ജീവിതത്തിലെ ഒരു മഹത്തരമായ ഭാഗ്യമാണ് ഒരു നല്ല വിദ്യ ഉണ്ടാവുക, അവിടെ നല്ല ജോലി കിട്ടുക. ഇവിടെ പഠിച്ചിട്ട് നമ്മളിപ്പോൾ ദുബായിക്ക് പോയാലും കുവൈറ്റിന് പോയാലും മസ്കറ്റിൽ പോയാലും അവിടെ ചെന്നൊരു നല്ല സ്ഥലത്ത് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭാഗ്യം വരുന്ന വഴി എന്ന് പറയുന്നത് ഒട്ടനവധി കുട്ടികൾ ഒരു പണിയും ഇല്ലാതെ ഇപ്പോൾ UK-യിലും കാനഡയിലൊക്കെ കിടക്കണ കഥകൾ എനിക്കറിയാം. അവർക്കൊക്കെ തിരിച്ചു വേണ്ട സമയമായിട്ട് വർക്ക് പെർമിറ്റ് പോലും കിട്ടാത്ത ഒത്തിരി കുട്ടികളെ എനിക്കറിയാം. കുടുംബത്തിൽ നിന്ന് പൈസ കൊടുത്ത് ഓരോ മാസവും കഴിയുന്ന കുട്ടികളെ എനിക്കറിയാം. ഇപ്പം പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർക്കൊരു നല്ല സ്ഥലത്ത് പ്ലേസ്മെൻറ്റ് കിട്ടണില്ല, നല്ല പാർട്ട് ടൈം വർക്ക് അവർക്ക് കിട്ടുന്നില്ല, നല്ല വർക്ക് പെർമിറ്റ് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഭാഗ്യക്കുറവുണ്ട്, അവർക്ക് ദൈവാധീനക്കുറവുണ്ട്, അവർക്ക് ഈശ്വരാധീനക്കുറവുണ്ട്. അതുപോലെ തന്നെ ഇവിടെ BTech കഴിഞ്ഞ് കുറേ നാളായി ദുബായിക്ക് ശ്രമിക്കണു, മസ്കറ്റ് ശ്രമിക്കണു, നടക്കണില്ല. അപ്പോൾ ഇവര് ഇങ്ങനെയുള്ള മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയം ഒന്ന്, ആദ്യം ഈ ജാതകവശാൽ ഇവർ വിദേശത്ത് പോയാൽ ഇവർ നന്നാവുമോ? വിദേശത്ത് പഠിക്കാനും വിദേശത്ത് ജോലി ചെയ്യാനും, പഠിച്ചാൽ പോരാ അവിടെ ജോലി കിട്ടാനും അവിടെ നന്നായി ജീവിക്കാനും സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഏത് ഇന്ത്യ വിട്ട് പുറത്ത് എവിടെ പോയാലും ഇവരുടെ ജീവിതം ഭംഗിയാവും? ഇത്രയും കാര്യങ്ങൾ ആ ജാതകവശാലും പ്രശ്നവശാലും ഒന്ന് നോക്കിയിട്ട് മാത്രം അതിന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ അത് കഴിഞ്ഞു പോയി, ഇപ്പം നിലവിൽ അവരെ നിൽക്കുന്നവർക്ക് എത്ര ഈശ്വരാനുഗ്രഹം ഉണ്ടാവോ അത്ര ഈശ്വരാനുഗ്രഹമാണ് ഇവരെ നല്ല രീതിയിലേക്ക് വരുത്തുന്നത്. ഇപ്പോൾ രാവിലെ ജോലിയാണ്, വൈകുന്നേരം ജോലിയാണ്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, അമ്മ പ്രാർത്ഥിച്ചോ എന്ന് പറയുന്ന കുട്ടികൾ കേൾക്കാനും,
എൻ്റെ മോൾക്ക് എൻ്റെ മോൻ അവിടെ സമയം കിട്ടില്ല, ഞാനാ പകരം ചെയ്യണേന്ന് പറയുന്ന മാതാപിതാക്കൾ കേൾക്കാനുമാണ് ഞാൻ പറയണേ. ആർക്കാണോ ഭാഗ്യം വേണ്ട അവർ മാത്രം ചെയ്യുക. ക്ഷേത്രദർശനവും മറ്റു കാര്യങ്ങളും മാതാപിതാക്കളോട് ചെയ്യുക. നിങ്ങളുടേതായ കാര്യങ്ങൾ കുട്ടികൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ജോലി ആഗ്രഹിക്കേണ്ട കാര്യങ്ങൾ അവർ തന്നെ ചെയ്യണം. നാമജപാദികൾ അവർ തന്നെ ചെയ്യണം. എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പഠിക്കാൻ പോകുന്ന കുട്ടികളും ജോലി അന്വേഷിക്കുന്ന കുട്ടികളും ജോലിക്ക് ശ്രമിക്കുന്ന കുട്ടികളും എല്ലാ ദിവസവും ഗണപതി ഭജനം വേണം. അതുപോലെ തന്നെ അത് തടസ്സങ്ങൾ മാറാനാണെങ്കിൽ ഭാഗ്യം കിട്ടാൻ മഹാവിഷ്ണു ഭജനം, ഗുരുവായൂരപ്പ ഭജനം വേണം. അതിനകത്ത് ദുരിതങ്ങൾ മാറാനായിട്ട് മഹാദേവന്റെ ഭജനം വേണം. നമുക്ക് എതിരായി നിൽക്കുന്ന നീക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സക്സസിലേക്ക്, നമുക്ക് പൂർണ്ണതയിലേക്ക് എത്താൻ, സക്സസ് ആവാൻ ഭദ്രം നൽകുന്നവളായ ഭദ്രകാളി ഭജനം, ദേവീ ഭജനം വേണം. ഇത് 4 ഭജനവും നമ്മൾ നിർബന്ധമായി ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഒരു സ്പേസ് ഉണ്ടാവുന്നത്. ആ ഒപ്പം തന്നെ ഫലവത്താണ് ഹനുമാന്റെ ഭജനം, ശ്രീരാമ ഭജനമൊക്കെ. ശ്രീരാമനെ ഭജിച്ചിട്ട് ഹനുമാനെ ഭജിക്കാവുള്ളൂ. കാര്യസാധ്യതയ്ക്ക് വളരെ നല്ലതാണ് ഹനുമാൻ സ്വാമി. നിങ്ങളൊരു 108 വീതമെങ്കിലും ഗം ഗണപതേ നമ, നാരായണായ നമ, നമശിവായ എന്ന് പറയണ 3 നാമങ്ങളും ആ ഭദ്രകാളിപ്പത്തും ഒക്കെ ചൊല്ലി ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിച്ച്, എനിക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കണം, നിങ്ങളൊരു വർക്ക് പെർമിറ്റ് ആണെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടാൻ, അതിൻ്റെ തടസ്സങ്ങൾ മാറാൻ, നിങ്ങൾ നല്ലൊരു പാർട്ട് ടൈം വർക്കാണ് ആ പാർട്ട് ടൈം വർക്ക് കിട്ടാനായിട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആണെങ്കിൽ ആ സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക. അത് നിങ്ങൾ തന്നെ ചെയ്യണം. എപ്പോഴും വിദേശത്തുള്ള ഒരു കുഞ്ഞൊരു മുറിക്കകത്തായിരിക്കും താമസം. കുളിയൊക്കെ കഴിഞ്ഞ് അവർ കിടക്കുന്ന കട്ടിലേലോ ബെഡിലോ തൊടാതെ വേണം നാമം ജപിക്കാൻ. കിഴക്കാട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞിരുന്ന് വേണം നാമം ജപിക്കാനായിട്ട്. നാമം ജപിക്കുമ്പം എന്തെങ്കിലും ഷീറ്റേലോ വാർപ്പറ്റയിലോ ഇരുന്ന് വേണം ജപിക്കാനായിട്ട്. വിളക്ക് കൊളുത്താൻ പോലും ചില സ്ഥലങ്ങളിൽ പറ്റില്ല, വിളക്ക് പോലും കൊളുത്തണമെന്നില്ല. ഒന്നും നിങ്ങൾ കത്തിക്കണമെന്നില്ല, മനസ്സ് ധരിച്ചാൽ മതി. ഇതുപോലെ നാമങ്ങൾ ജപിക്കുക. എല്ലാം കൂടെ കൂടി 10-15 മിനിറ്റ് നാമജപത്തിന് മാറ്റി വയ്ക്കുക. നമ്മുടെ കുടുംബത്തിലെ പരദേവതയെ പ്രാർത്ഥിച്ച് ദൈവാധീനവും ഭാഗ്യം ഉണ്ടാവും പ്രാർത്ഥിക്കുക. അതുകൂടാതെ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ജീവിതത്തിലെ സമസ്ത ഭാഗ്യങ്ങളും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മഹത്തരമായി നിൽക്കുന്ന ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ, അങ്ങനെ പറഞ്ഞ ആറ്റുകാൽ പോലത്തിലെ മഹത്തരമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെച്ചിട്ട് ദുരിതങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുക. പിന്നെ കൊട്ടാരക്കര ഗണപതി, മല്ലൂരി ഗണപതി, അങ്ങനെയുള്ള ഗണപതിമാരെ പ്രാർത്ഥിച്ചത് സർവ്വ തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ ഇവരോടൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് നല്ല എന്തൊക്കെ വേണോ അതെല്ലാം തരണമെന്ന് പ്രാർത്ഥിച്ച്, നല്ല ഭാഗ്യം ഉണ്ടായി, നല്ല ഐശ്വര്യം ഉണ്ടായി, നല്ല ബുദ്ധി ഉണ്ടായി, ഒന്ന് മുൻപന്തിയിലെത്തി പ്രാർത്ഥിച്ച് ജീവിക്കുക. ഓരോ കുട്ടികളും ഓരോ വിദ്യാർത്ഥികളും. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് ചെയ്തു തുടങ്ങിയാൽ മാത്രമാണ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്തെത്തുള്ളൂ. പഠിച്ചു കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് വഴിപാട് കഴിച്ചാൽ മതി. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക, പ്രാർത്ഥന മതിയില്ലോ ജോലിക്കെന്നല്ല. നിങ്ങൾ പഠിക്കാൻ ചെന്നിറങ്ങുന്ന ആ നിമിഷം തൊട്ട്, നിങ്ങൾ പഠിക്കുന്ന ഇത് കേൾക്കുന്ന ആ നിമിഷം തൊട്ടൊന്ന് അങ്ങനെ വെച്ചോളൂ. അല്ലെങ്കിൽ അതിന് മുമ്പുള്ളവരങ്ങനെ. അപ്പം എല്ലാ ദിവസവും ഇതുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പഠിത്തം കഴിഞ്ഞ ഉടനെ ഒരു പ്ലേസ്മെന്റിലേക്ക് വരണേ. ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരും, നമുക്ക് ചാരവശാൽ ഗോചരവശാൽ അനുകൂലമാണോ, നമുക്ക് സമയമാണോ, നമ്മൾ അവിടെ ചെന്നാൽ നല്ല ജോലി കിട്ടുമോ പരാജയപ്പെടുമോ, നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് അനുകൂലമാണോ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് വേണ്ടേ പോകാൻ ശ്രമിക്കണേ. നമുക്ക് പോകാൻ പറ്റുന്ന തടസ്സം പറഞ്ഞേക്കാൾ പോയാൽ ആ ദൈവം തന്നെ ഇപ്പം പോയാൽ ഇവൻ പോയാൽ ശരിയാവില്ല, ഇവൻ 6 മാസം കഴിഞ്ഞ് പോയാൽ മതി എന്ന് ദൈവനിശ്ചയാണെങ്കിലോ അത് പറയാൻ പറ്റും നമുക്ക്. ചിലപ്പോൾ ദൈവം തന്നെ, ഭഗവാൻ തന്നെ ആയിരിക്കും, ഇവൻ എൻ്റെ ഭക്തനാണ്, ഇവൻ 6 മാസം കഴിഞ്ഞ് പോയാൽ മതി, എന്താ വെച്ചാൽ ഇവർ ഇപ്പോൾ പോയാൽ അവന് ജോലി കിട്ടുകയില്ല, 6 മാസം കഷ്ടപ്പെടേണ്ട എന്ന് ഭഗവാൻ തിരിച്ചിട്ടാണെങ്കിലോ. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ജോലി തേടി പോകുമ്പോൾ നമുക്ക് അനുകൂല സമയമാണോ കയറിപ്പോകാൻ, ഇപ്പോൾ പോയാൽ കിട്ടുമോ എന്നുള്ള, ഇപ്പോൾ വിസിറ്റിംഗ് വിസ എടുത്ത് അവിടെ ചെന്നാൽ നല്ലതാണോ, ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് കയറാൻ ശ്രമിക്കുക. അല്ല ജോലിക്ക് വിസ എടുക്കും, ആ ജോലി എന്താവും, അതിൻ്റെ അനുഭവ ഗുണങ്ങൾ എന്താവും, അതും ഒന്ന് പരീക്ഷിക്കണം, നല്ലതാണ്, നല്ല കാര്യമാണ്. അവരും ഈ പറഞ്ഞ പോലെ നല്ല സ്ഥലത്തെത്താനായിട്ട് വ്യാഴാഴ്ച ദിവസം വൈഷ്ണവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറി സക്സസിലേക്ക് എത്താൻ ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഞായറാഴ്ച നോക്കി മഹാദേവനെ പ്രാർത്ഥിക്കുക, ഇടയ്ക്ക് ഗണപതിയും തൊഴുക. ഇതൊക്കെ ചെയ്ത് നമ്മൾ പ്രാർത്ഥന കൊണ്ട് നമുക്ക് നല്ലതാണെങ്കിൽ മാത്രമേ ഭഗവാൻ നടത്തുള്ളൂ. അങ്ങനെ തിരിച്ചാൽ മതി ചില കാര്യങ്ങൾ. പോകുന്നതിന് മുമ്പ്
ഒരു വിസയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുക, അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടി നമ്മൾ ഓടിയെടുക്കുക, അതിനുവേണ്ടി പൈസയ്ക്ക് ഓടിയെടുക്കും. പക്ഷെ ആ വിസ മേടിച്ച് അവിടെ ചെന്നാൽ നമ്മൾ കേമനാവോ മിടുക്കനാവോ എന്നറിയാനായിട്ട് 10 ദിവസം അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യില്ല. അപ്പം ശ്രമിക്കുമ്പോൾ തന്നെ പ്രാർത്ഥന, അമ്പലത്തിൽ ക്ഷേത്ര ദർശനം, നാമജപം നന്നായി തുടങ്ങും. അങ്ങനെ ജപവും അമ്പലത്തിൽ പോക്കും ആയിട്ട് തുടങ്ങിക്കഴിയുമ്പോഴും നമുക്കൊരു നല്ല സ്ഥലത്തെ പ്ലേസ്മെന്റ് വരുള്ളൂ. അങ്ങനെയാണ് നമുക്ക് കയറാൻ പറ്റും. കേരളത്തിലായാലും വിദേശത്തായാലും, ഇന്ത്യയിലായാലും വിദേശത്തായാലും, ക്രിയാഭാഗത്തോടുകൂടിയുള്ള പൂജാകർമ്മങ്ങൾ നടക്കുന്ന ഒരേ ഒരു സ്ഥലം കേരളമായതുകൊണ്ട് നാമജപാദികളും പ്രാർത്ഥനകൾക്കും എത്ര പ്രാധാന്യം കൊടുക്കുന്നു അതനുസരിച്ചാണ് ജീവിതത്തിലെ സക്സസ് റേറ്റ്. അതുകൊണ്ട് തന്നെ വിദേശത്തുള്ളവരെല്ലാം നാമജപത്തിലേക്ക് കൂടുതൽ ആഗ്രഹം ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഗുണം കിട്ടുന്നത്. ഇതിപ്പോൾ ജോലിയുള്ളവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ്, ചെയ്യുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ഇത് നല്ലതാണോ എന്ന് ഏതെങ്കിലും അറിയുള്ള ഒരു ജ്യോതിഷനെ കണ്ട് ചോദിച്ചിട്ട്, ആ ചോദിച്ചതിന് ശേഷം അതിന് തടസ്സങ്ങൾ മാറാനുണ്ടെങ്കിൽ അത് നന്മയിലേക്ക് വരാൻ, ഐശ്വര്യത്തിലേക്ക് വരാൻ എന്തൊക്കെയാണോ ജാതകവശ ചെയ്യേണ്ടത് അതും കൂടെ ചെയ്തിട്ട്, അല്ലെങ്കിൽ മിനിമം ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥനയെങ്കിലും ദിവസവും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ജീവിതചര്യ പോകുമ്പോഴാണ് ഈ ലക്ഷങ്ങൾ മുടക്കി വിദേശത്ത് കിടക്കുന്ന കുട്ടികൾ നന്നാവുള്ളൂ. ഇനി കുട്ടികൾ വിദേശത്താണ്, മാതാപിതാക്കൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ ഒരു ദുരിതങ്ങളോ അസുഖങ്ങളോ ഒന്നും വരാതിരിക്കാൻ വിദ്യ, അറിവെല്ലാം ഉണ്ടാക്കണം. നിർബന്ധമായി ഞായറാഴ്ച മഹാദേവനെ തൊഴുക. ജീവിതത്തിലെ സമസ്ത ഭാഗ്യവും നല്ലൊരു ജോലിയും നല്ല ഇൻ്റർവ്യൂസും എല്ലാ കാര്യങ്ങളും വ്യാഴാഴ്ച വൈഷ്ണവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മറ്റ് ദോഷങ്ങളും ദുരിതങ്ങളും ഒന്നും ഈ കുട്ടികളെ ബാധിക്കാതിരിക്കാൻ ചൊവ്വാഴ്ച ഭദ്രകാളിയും മാതാപിതാക്കൾ തൊഴുത് ആ പേരും നാളും പറഞ്ഞു നടത്തുക. എൻ്റെ മോള് ഇന്ന പേര്, ഇന്ന നക്ഷത്ര, കുട്ടിക്ക് ഇന്ന ഇന്ന ദുരിതങ്ങൾ മാറണം ഭഗവതി. നമുക്ക് പ്രാർത്ഥിക്കാൻ ഇവിടെയേ ഉള്ളൂ, നിങ്ങളുടെ മുമ്പിലേ ഉള്ളൂ. എൻ്റെ കൊച്ചിനെ കാത്തോളണേ, എൻ്റെ അമ്മേ, എൻ്റെ മഹാദേവ എന്ന് പ്രാർത്ഥിച്ച ഭഗവാൻ കേൾക്കുമെന്നേ. അങ്ങനെ ചെയ്യുന്നേ, അങ്ങനെ ചെയ്തോളൂ. മനസ്സിലാവുന്നുണ്ടോ? ധൈര്യമായിട്ട് ചെയ്തോളൂ. അപ്പം എന്താ പറ്റണമെന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങൾ ആ കുട്ടിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും, കുട്ടികളുടെ ജീവിതത്തിൽ. അത് പഠിക്കാൻ പോകുമ്പോൾ തുടങ്ങിക്കോളൂ. ജോലി ആകുമ്പോൾ മാത്രമല്ല, പഠിക്കാൻ പോകുമ്പോൾ തുടങ്ങിക്കോളൂ ക്ഷേത്ര ദർശനം. നമ്മുടെ കുട്ടിക്ക് വേണ്ടിയല്ലേ. നമ്മൾ പൈസ മുടക്കുന്നതിൻ്റെ 10 ഇരട്ടി ഫലമാണ് നമ്മുടെ പ്രാർത്ഥനാ ഫലം. നമ്മൾ പൈസ മുടക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലതാണ് പ്രാർത്ഥനാ ഗുണം. അതുകൊണ്ട് പ്രാർത്ഥനാ ഗുണത്തിൻ്റെ ഗുണം വേറെ ഒന്നുമില്ല. അങ്ങനെ ഇപ്പം വിദേശത്ത് ജോലി നേടുന്നവരും വിദേശത്ത് പഠിക്കുന്ന കുട്ടികളും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല രീതിയിൽ കാര്യം നടക്കാൻ, സക്സസ് ആയിട്ടുള്ള കാര്യം എന്താണോ അത് നടക്കട്ടെ. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഭൗതികപരമായ ഉയർച്ചയും ആത്മീയ ശക്തി കൊണ്ട് നല്ല പരമ്പരയും ഉണ്ടാവട്ടെ, നല്ല നന്മയും ഉണ്ടാവട്ടെ. അതിനുവേണ്ടി ഇങ്ങനെ ചെയ്തോളൂ. നമസ്കാരം, ഗോവിന്ദൻ.